നമസ്കാരം. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളിൽ നിന്നും നാടൻ ഭാഷയിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആക്രി വിറ്റ് 2364 കോടി രൂപയുടെ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വെറും 3 വർഷത്തിനുള്ളിലാണ് സർക്കാർ ഖജനാവിലേക്ക് ഇത്രയും തുക വേറിട്ടൊരു പദ്ധതിയിലൂടെ ലഭ്യമായതെന്നതും ശ്രദ്ധേയമാണ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ഗ്രേഡ് അഥവാ DPIIT ആണ് സ്പെഷ്യൽ ക്യാമ്പയിൻ 4.0 എന്ന ഈ ശുചീകരണ യജ്ഞം നടപ്പിലാക്കിയത്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രത്യേക ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിനുണ്ടാക്കിയ നേട്ടം അറിയിച്ചത്. DPIIT-യുടെ പ്രശംസനീയമായ ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയുണ്ടായി. കാര്യക്ഷമമായ മാനേജ്മെന്റിലും സജീവ പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മികച്ച ഫലം കൈവരിച്ച ഈ ശ്രമം ഖജനാവിന് സംഭാവന നൽകുക മാത്രമല്ല, സർക്കാർ വകുപ്പുകളിലുടനീളം ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വൃത്തിയും സാമ്പത്തിക വിവേകവും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ പ്രയത്നങ്ങൾ സുസ്ഥിരമായ ഫലങ്ങളിലേക്ക് എങ്ങനെ നയിക്കുമെന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. ശുചിത്വ യജ്ഞത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഫിസിക്കൽ ഫയലുകൾ ഇല്ലാതാക്കുകയും ആക്രി സാധനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തതോടെ 15,847 ചതുരശ്ര അടി സ്ഥലം സ്വതന്ത്രമാവുകയും 16,39,452 രൂപ വരുമാനമുണ്ടാക്കുകയും ചെയ്തതായി അടുത്തിടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ ഓഫീസുകളിൽ നടന്ന ശുചിത്വ പരിപാടിയുടെ ഭാഗമായി മാത്രം 650 കോടി രൂപ കേന്ദ്രം സമ്പാദിക്കുകയുണ്ടായി. ഈ ശുചീകരണ യജ്ഞത്തെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുചിത്വ യജ്ഞ പരിപാടിയായ സ്പെഷ്യൽ ക്യാമ്പയിൻ 4.0 2021 മുതൽ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് 2364 കോടി രൂപ സംഭാവന ചെയ്തതുൾപ്പെടെ ഗണ്യമായ ഫലങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ക്യാമ്പയിന്റെ വർദ്ധിച്ചു വരുന്ന വിജയത്തെക്കുറിച്ചും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എടുത്തു പറയുന്നുണ്ട്. 2023 2.59 ലക്ഷം സൈറ്റുകളാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2024 അത് 5.97 ലക്ഷത്തിലധികം സൈറ്റുകൾ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സർക്കാർ ഓഫീസുകളിലുടനീളമുള്ള പേപ്പർ വർക്കുകളിലെ ബാക്ക്ലോഗുകളും ക്യാമ്പയിൻ പരിഹരിക്കുകയുണ്ടായി. പല വകുപ്പുകളും തങ്ങളുടെ ലക്ഷ്യത്തിന്റെ 90 മുതൽ 100% ക്ലിയർ ചെയ്തുകൊണ്ട് കൈവരിച്ച പുരോഗതിയെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. ഇനിയും ഈ മുന്നേറ്റം തുടരാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സർക്കാർ കാര്യാലയങ്ങൾ വൃത്തിയും അടുക്കും ചിട്ടയും ഇല്ലാത്ത ഇടങ്ങളാണെന്ന പൊതുധാരണയാണ് സ്പെഷ്യൽ ക്യാമ്പയിൻ 4.0 എന്ന ശുചീകരണ യജ്ഞത്തിലൂടെ തിരുത്തി കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള DPIIT രാജ്യത്തുടനീളം 70 കേന്ദ്രങ്ങളിലായി 300-ലധികം ശുചിത്വ കർമ്മയജ്ഞ പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. DPIIT-യുടെ നേതൃത്വത്തിലുള്ള ഈ മാതൃകാ യജ്ഞം പ്രശംസനീയമാണ്. അലങ്കോലമില്ലാത്തതും കാര്യക്ഷമവുമായ വർക്ക് സ്പേസ് സർക്കാർ ഓഫീസുകളിൽ നിലനിർത്തുന്നതിനുള്ള പ്രത്യേക ക്യാമ്പയിൻ 4.0-യുടെ മൂല്യനിർണ്ണയം നവംബർ 14 ആരംഭിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.